ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 9 കബീർ കി സാഖിയ. അപ്പോൾ ഈ പാഠത്തിൽ തന്നിരിക്കുന്ന സാഖിയകൾ എഴുതിയിരിക്കുന്നത് ശ്രീ കബീർദാസ് ആണ്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഭക്തിമാർഗത്തിലുള്ള ഒരു കവിയായിരുന്നു. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കബീർ കി സാഖിയ. സാഖിയ എന്ന് വെച്ചാൽ ഷോർട്ട് പോയംസിനെയാണ് നമ്മൾ സാഖിയ എന്ന് പറയുന്നത്. വളരെ കുറച്ച് വരികൾ മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ വരികളിലേക്ക് കടക്കാം. ജാതി ന പൂച്ചോ സാദ് പൂച്ച് ലീജിയേ ജ്ഞാൻ, മോൾ കരോ തൽവാർ കാ പടാ രഹൻ ദോ മ്യാൻ. സാധു എന്ന് വെച്ചാൽ സജ്ജൻ, ജ്ഞാൻ എന്ന് വെച്ചാൽ ജാൻകാരി അല്ലെങ്കിൽ അറിവ്, മോൾ എന്ന് വെച്ചാൽ അക്വയർ നേടുക, തർവാർ എന്ന് വെച്ചാൽ തൽവാർ വാള്, രഹൻ എന്ന് വെച്ചാൽ രഹ്നെ, മ്യാൻ എന്ന് വെച്ചാൽ ജിസ്മെ തൽവാർ രക്കി ജാത്തി ഹെ, വാള് വെക്കുന്ന ഉറയാണ് മ്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സാഖിയാവുമ്പോൾ അതിന് നമുക്കൊരു പ്രസംഗപ്പാട്ടും വ്യാഖ്യാപ്പാട്ടും ഉണ്ട്. പ്രസംഗപ്പാട്ടിൽ അത് എഴുതിയ ആളിനെ കുറിച്ച് പറയുകയും ആ സാഖിയ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പ്രസംഗ്. പ്രസ്തുത് സാഖി ഹമാരി ഹിന്ദി പാഠ്യ പുസ്തക് വസന്ത് 3 സേ ലി ഗയി ഹെ. അപ്പോൾ ഈ പറഞ്ഞ സാഖി നമ്മുടെ വസന്ത് 3 എന്ന പുസ്തകത്തിലെ നിന്നെടുത്തിട്ടുള്ള സാഖിയാണ്. ഈ സാഖിക്ക് കവി കബീർദാസ് ജി ഹെ. ഇത് എഴുതിയത് ശ്രീ കബീർദാസ് ആണ്. കബീർദാസ് ജി कहते हैं कि हमें मनुष्य की जाति से ज्यादा उनके गुणों को सम्मान करना चाहिए. അതായത് നമ്മൾ മനുഷ്യരുടെ ജാതിയോ അവരുടെ ലുക്കോ ഇതിനെക്കാട്ടിലും എല്ലാം ഉപരിയായിട്ട് നമ്മൾ അവരുടെ ഗുണങ്ങളെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, അല്ലാതെ അവരുടെ ലുക്കോ അവരുടെ ജാതിയോ ഒന്നുമല്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ജാതിയിലെ പൂച്ചോ സാധുക്കി, സാധുജനങ്ങളുടെ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ജാതി നമ്മൾ ചോദിക്കാൻ പാടില്ല. പൂച്ച് ലീജിയേ ജ്ഞാൻ, നമുക്ക് അവരുടെ അറിവിനെ കുറിച്ച് ചോദിക്കാം. മോൾ കരോ തൽവാർ കാ പടാ രഹൻ ദോ മ്യാൻ. അതായത് നമ്മൾ ഒരു വാള് അതിൻ്റെ ഉറ കണ്ടിട്ടല്ല അതിൻ്റെ ക്വാളിറ്റി അറിയുന്നത്. വാളിൻ്റെ ക്വാളിറ്റിയും ഉറയുടെ ക്വാളിറ്റിയും തമ്മിലൊരു ബന്ധവുമില്ല. അപ്പം വളരെ വലിയ ഇതൊന്നുമില്ലാത്ത ഒരു വാളറയ്ക്കകത്ത് നല്ല വാളുണ്ടാകാം, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു വാളറയ്ക്കകത്ത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഒരു വാളുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വ്യാഖ്യ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിക്കാം. इसमें कबीरदास जी कहते हैं कि हमें सज्जन पुरुष से उसकी जाति नहीं पूछनी चाहिए, बल्कि उसका ज्ञान देखना चाहिए. अर्थात मनुष्य को उसकी जाति के आधार पर नहीं, उसके ज्ञान के आधार पर सम्मान करना चाहिए. അപ്പോൾ ഇതിനകത്ത് കബീർദാസ് ജി പറയുന്നതാണ്, സജ്ജൻ ആളുകളെ അടുത്ത് നമ്മൾ ജാതി ചോദിക്കാൻ പാടില്ല, നമ്മൾ അവരുടെ അറിവിൻ്റെ ബേസിസിലാണ് നമ്മൾ അവരെ ആദരിക്കേണ്ടതെന്ന്. कबीरदास जी कहते हैं कि जिस तरह तलवार की असली पहचान उसकी म्यान, तलवार रखने का कवर, उसकी म्यान को देखकर नहीं बल्कि तलवार की तेज धार को देखकर की जाती है. അപ്പം നമ്മളൊരിക്കലും ഒരു വാളിൻ്റെ ക്വാളിറ്റി ഒരിക്കലും അതിൻ്റെ കവർ നോക്കിയല്ല നമ്മൾ അസസ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്തിരിക്കുന്ന വാളിനെ നോക്കിയിട്ടാണ്, അത് വാളിൻ്റെ ക്വാളിറ്റി നോക്കിയാണ് നമ്മളതിനെ അസസ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ കവറിനെ അല്ല. उसी प्रकार साधु की असली पहचान उसकी जाति से नहीं बल्कि उसके ज्ञान से होती है. ഇതുപോലെ സജ്ജനങ്ങളുടെ ശരിക്കുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ അവരുടെ ജാതി വെച്ചിട്ടല്ല അവരുടെ അറിവ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ആവത് ഗാരി ഏക് ഹെ ഉലട്ടത് ഹോയി അനേക്, കഹ് കബീർ നെഹീം ഉലട്ടിയേ വഹീം ഏക് കി ഏക്. ആവത് എന്ന് വെച്ചാൽ ആത്തെ ഹുവേ, ഗാരി എന്ന് വെച്ചാൽ ഗാലി വഴക്ക്, ഉൽട്ടത്ത് എന്ന് വെച്ചാൽ പലട്ട്കർ തിരിച്ച്, ഹോയി ഹോത്തി, അനേക് എന്ന് വെച്ചാൽ ബഹുത്ത് സാരി. അപ്പോൾ ഇതിൻ്റെ പ്രസംഗപ്പാട്ടിലെ ബ്രീഫ് എന്താണ്? കബീർ ജി ने कहा कि कभी भी अपशब्द के बदले में किसी को अपशब्द मत करो. അതായത് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് മോശമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ നമ്മൾ തിരിച്ച് അതുപോലെ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഈ സാഖിയുടെ ഒരു ബ്രീഫ് മീനിങ്. അപ്പോൾ വ്യാഖ്യാപ്പാട്ടിലേക്ക് കടക്കാം. അപ്പോൾ പ്രസംഗപ്പാട്ടിലെ ബാക്കിയെല്ലാം എല്ലായിടത്തും ഒരുപോലെയാണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാഞ്ഞത്. व्याख्या कबीरदास जी यहाँ पर कहते हैं कि अगर आपका किसी से झगड़ा हो जाता है और सामने वाला आपको अगर एक गाली दे भी देता हो
तो आप उस गाली का जवाब मत दीजिए. ഇപ്പൊ കബീർജി പറയുകയാണ്, നിങ്ങൾ ആരുടെങ്കിലും വഴക്കിടുകയാണ്, ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ആള് നിങ്ങളുടെ അടുത്ത് ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ വഴക്കോ എന്തെങ്കിലും പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ വഴക്കിനും ആ ബാഡ് വേർഡ്സിനുള്ള മറുപടി കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? ക്യോंकि सामने वाला जब आपको एक गाली देता है तो आप उसको पलटकर और एक गाली देते हैं. കാരണം നിങ്ങളുടെ മുമ്പിലുള്ള ആൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു വഴക്ക് തരുമ്പോൾ നിങ്ങൾ തിരിച്ച് പലട്ടെന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ച് മറ്റൊരു വഴക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ധീരെ ധീരെ ആരോപ് പ്രത്യാരോപ് കാ സിൽസില ചൽ പടുത്താ ഹെ. ധീരെ ധീരെ വെച്ചാൽ പതുക്കെ പതുക്കെ എന്താണ്, നമ്മൾ അങ്ങോട്ട് പറയുന്നു, അവരിങ്ങോട്ട് പറയുന്നതാണ് ആരോപ് പ്രത്യാരോപ്. നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നു, അവർ തിരിച്ചാരോപിക്കുന്നു. ആ ഒരു ചെയിൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. और एक अपशब्द अनेक अपशब्दों में बदल जाते हैं. അങ്ങനെ ഒരു അപശബ്ദം ഒരുപാട് അപശബ്ദമായിട്ട് മാറും. लेकिन जब सामने वाला आपको एक गाली दे और आप सामने वाले की एक गाली का जवाब नहीं देंगे तो आरोप प्रत्यारोप या गालियां का सिलसिला वहीं पर थम जाता है और एक गाली अनेक गालियों में नहीं बदलती है. അതേസമയം നിങ്ങളുടെ അടുത്ത് ഒരാൾ വഴക്കുണ്ടാക്കോ അല്ലെങ്കിൽ മോശം വേർഡ്സോ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്നും പറയാതിരിക്കുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആരോപണം അവിടെ കൊണ്ട് നിൽക്കും. അതിന് മറുപടിയായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു മോശം അറ്റ്മോസ്ഫിയർ, മോശം വേർഡ്സ് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മാല തോ കരുമീം ഫിരൈ ജീബി ഫിരൈ മുഖമാഹി മനുവാ തോ ദുഹും ദിസി ഫിരൈ യഹ് തോ സുമിരൻ നാഹി. കർ എന്ന് വെച്ചാൽ ഹാത്ത്, കൈ. ഫിരൈ എന്ന് വെച്ചാൽ ഘൂംന, കറങ്ങുക. ജീബി ജീബ്, നാക്ക്. മുഖ്, മുഖം. മാഹി, മേ. മനുവാം, മൻ, മനസ്സ്. ദഹു, ദസോം, പത്ത്. പത്തിനെയാണ് ദഹു എന്ന് പറയുന്നത്. ദിസി, ദിശ. ദഹും ദിസി എന്ന് വെച്ചാൽ 10 ദിശ. തൗ, തോ. സുമിരൻ, സ്മരൻ, സ്മരിക്കുക. അപ്പം ഇതിൻ്റെ പ്രസംഗപാഠത്തിൽ എന്താണ് ഈ ഒരു സാക്കിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? कबीरदास के अनुसार इंसान जीव और माला से भले ही प्रभु का नाम जपता रहता है लेकिन उसका मन अपनी चंचलता त्याग नहीं पाते. ആളുകൾ തങ്ങളുടെ നാവ് കൊണ്ടും എപ്പോഴും എന്താണ് ദൈവനാമങ്ങൾ ചൊല്ലുകയും എന്താണ് മാല ജപിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യും, ജപമാല ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ സാക്കിയിൽ श्री कबीरदास പറയുന്നത്. इस दुनिया में ऐसे कई लोग हैं जो माला हाथ में लेकर उनके मोती फेरते रहते हैं. അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ മാല കയ്യിലെടുത്തുകൊണ്ട് ജപമാല കയ്യിലെടുത്തുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കും. और मुख में हमेशा भगवान का नाम लेते रहते. എപ്പോഴും അവരുടെ മുഖത്ത് അവർ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ കേൾക്കാം. लेकिन असल में उनका मन 10 दिशाओं में भटकता रहता है. बट ആക്ച്വലി അവരുടെ മനസ്സ് ഒരു 10 ദിശയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ 10 ദിശ എന്ന് ഉദ്ദേശിക്കുന്ന സാംസാരിക് ചീസോ കെ പീച്ചെ, അതായത് നമ്മുടെ വേൾഡ്ലി ആയിട്ടുള്ള പ്ലഷേഴ്സ്, നമ്മുടെ ഈ ലോകത്ത് കാണുന്ന പ്ലഷേഴ്സിന്റെ പുറകിൽ അവരിങ്ങനെ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. യാനി സാംസാരിക് മായാ മോഹ് കെ ബന്ധൻ മീൻ ലഗാ രഹത്താ ഹെ. അവർ വേൾഡ് പ്ലഷേഴ്സിൽ ഇങ്ങനെ അവർ ലോക്കായി ഇരിക്കുകയാണ്. ഇസേ തോ ഭഗവാൻ കി സച്ചി ഭക്തി നഹി കർ സക്തേ ഹെ. ഇതിനെ ഭഗവാന്റെ യഥാർത്ഥ ഭക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യാനി കബീർദാസ് ജി कहते हैं कि भगवान की सच्ची भक्ति न तो माला फेरने में है और न साधु संतों जैसा दिखने में है. അപ്പം കബീർദാസ് ജി പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള ഭക്തി ഇങ്ങനെ ജപമാല ജപിക്കുന്നതിലോ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെ നടക്കുന്നതിലോ ഒന്നുമല്ല. ബൽക്കി സാരെ സാംസാരിക് ബന്ധനോं को छोड़कर एकांत शांत व निर्मल मन से अपने आप को सिर्फ भगवान के चरणों में समर्पित कर देना ही സച്ചി ഭക്തി. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്താണ്? നമ്മൾ വേൾഡ്ലി, അതായത് ലോകത്തുള്ള ബാക്കിയുള്ള പ്ലഷേഴ്സ്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ കാണും. വിമാനത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണം, അടിച്ചു പൊളിക്കണം, പിന്നെ ഒരു ടൂറ് പോകണം. അങ്ങനെയൊന്നും പോകണ്ട എന്നല്ല പറയുന്നത്. പിന്നെ സ്വർണം, പൈസ, വലിയ ബംഗ്ലാവ്, അങ്ങനെ
ജീവിതത്തെക്കുറിച്ചൊക്കെ മിക്കവാറും ആളുകൾക്ക് ഭയങ്കര മോഹങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഒരു പരിധിക്കപ്പുറം അതിലേക്ക് പോകാതെ അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിട്ട് ശാന്തമായിട്ട് നമ്മൾ ദൈവത്തെ സ്മരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. സച്ചി ഭക്തി കെ ലിയെ കിസി സാംസാരിക് ആഡംബർ കി ജരൂരത് നഹി ഹെ. യഥാർത്ഥ ഭക്തിക്ക് ആക്ച്വലി വലിയ ആഡംബരത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്ന ആഡംബരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ നാമം ചൊല്ലിക്കൊണ്ടും ജപമാല ജപിച്ചുകൊണ്ടും ഒന്നും മാത്രം ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ശാന്തമായിട്ട് നിർമ്മലമായിട്ട് നമ്മുടെ മനസ്സാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തെ സ്മരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത സാക്ഷി. കബീർ ഖാസ് ന നീന്തിയെ ജോ പാവും തലി ഹോയി, ഉടി പടേ ജബ് ആഖി മൈ ഖരി ദുഹേലി ഹോയി. നീന്തി എന്ന് വെച്ചാൽ നിന്ദാകരണ, നിന്ദിക്കുക. പാവു എന്ന് വെച്ചാൽ പാവ്, കാല്. തലി എന്ന് വെച്ചാൽ നീച്ചെ. ആഖി എന്ന് വെച്ചാൽ ആങ്ക്, കണ്ണ്. ഖരി എന്ന് വെച്ചാൽ കടിൻ. ദുഹേലി ദുഃഖ് ദേനെ വാലി. കബീർ ഖാസ് ന നിന്ദിയെ, പുല്ലിനെ നിന്ദിക്കരുത്. ജോ പാവും, കാലുകൊണ്ട് ചവിട്ടി തേക്കരുത്. ഉടി പടേ ജബ് ആങ്കിമേ, ആ പുല്ല് ഒന്ന് പുല്ലിന്റെ ഒരു കഷ്ണം നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഖരി ദുഹേലി ഹോഗി. ഖരി എന്ന് വെച്ചാൽ കടിൻ. ഖരി ദുഹേലി എന്ന് വെച്ചാൽ കഠിനമായ ദുഃഖമായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥതയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു പുല്ലിനെ പോലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. പ്രസംഗ്. अब इसमें कबीरदास जी छोटे को कमजोर समझकर उसे दबाने वाले को चेतावनी दे रहे हैं. അപ്പം ഇതിനകത്ത് ചെറിയ ആളുകളെ, അതായത് സമൂഹത്തിൽ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ആളുകളെ വളരെ വീക്കായിട്ട് കരുതി അവരെ ചവിട്ടി തേക്കുന്നതിന് ഉള്ള ഒരു വാണിംഗ് തരികയാണ് ചെയ്യുന്നത്. इसमें कबीरदास जी कहते हैं कि हमें कभी खास को छोटा समझकर उसे दबाना नहीं चाहिए. പുല്ലിനെ ഒരിക്കലും നമ്മൾ ചെറുതാണെന്ന് വിചാരിച്ചുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടി തേക്കാൻ പാടില്ല. കാര്യം ആ പുല്ലിൻ്റെ ഒരു കഷ്ണം നമ്മുടെ കണ്ണിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നമുക്കൊരുപാട് ദുഃഖവും അസ്വസ്ഥതകളും തരും. അർത്ഥാത് ഹമേ ചോട്ടാ സമജ്കർ കിസി പർ അത്യാചാർ നഹി കർണ ചാഹിയെ. അതായത് നമ്മൾ ചെറിയവൻ അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ കുറഞ്ഞവർ എന്ന് കരുതിക്കൊണ്ട് ആരുടെ പുറത്തും നമ്മൾ അത്യാചാരങ്ങൾ ചെയ്യാൻ പാടില്ല. ജഗ്മേ ബൈരി കോയി നഹി ജോ മൻ സീതൽ ഹോയ്, യാ ആപ്പാ കോ ഡരി ദേ ദയാ കരേ സബ് കോയ്. ജഗ് എന്ന് വെച്ചാൽ സംസാർ, ബൈരി എന്ന് വെച്ചാൽ ശത്രു, സീതൽ എന്ന് വെച്ചാൽ ശാന്തി, ആപ്പ എന്ന് വെച്ചാൽ സ്വാർത്ഥം. അപ്പം ഇതിനകത്ത് പറയുന്നത്, मानव अपनी मानसिक कमजोरियों दूर करके अपने संसार को खुशहाली से भर सकता है. അതായത് ആളുകൾ തങ്ങളുടെ മാനസികമായ വീക്ക്നെസ്സുകളെല്ലാം ദൂരെ കളഞ്ഞിട്ട് ഈ ലോകത്ത് അവർക്ക് വളരെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. उपरोक्त साखी में कबीरदास जी कहते हैं कि अगर आपका मन शांत है, നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ दुनिया में आपको कोई भी दुश्मन नहीं हो सकता. ജഗ് മേ ബൈരി എന്ന് വെച്ചാൽ ശത്രു, ഈ ലോകത്ത് നമുക്ക് ഒരു ശത്രുക്കളും ഉണ്ടാവില്ല. ജോ മൻ സീതൽ ഹെ, അതായത് നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ. हो सकता मन को शांत करने के लिए आप अपने स्वार्थ को त्याग दीजिए. അതായത് ഈ ലോകത്ത് മനസ്സ് ശാന്തമാണെങ്കിൽ നമുക്ക് ശത്രുക്കൾ ആരും ഉണ്ടാവില്ല. ഇനി മനസ്സ് ശാന്തമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്വാർത്ഥത നമ്മൾ ത്യജിക്കണം. जब आप अपने स्वार्थ को त्याग देंगे तो सब आपसे दया का भाव रखेंगे. നിങ്ങളുടെ സ്വാർത്ഥത അല്ലെങ്കിൽ അഹങ്കാരം ത്യജിക്കുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളോട് ദയാഭാവത്തോടെയായിരിക്കും പെരുമാറുന്നത്. അർത്ഥാത് मनुष्य को अपने कमजोरियों को दूर करके संसार में प्रेम और दया फैलाना चाहिए. അതായത് മനുഷ്യര് തന്റെ വീക്ക്നെസ്സുകളും സ്വാർത്ഥതകളും അഹങ്കാരവും എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഈ ലോകത്ത് സ്നേഹം വിതരണം. അപ്പൊ ഇതിനകത്താണ് യാ ആപ്പ കോ ഡരി ദേ ദയാ കരേ സബ് കോയ്. അതായത് നിങ്ങൾ സ്വാർത്ഥത കളയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എല്ലാവരും വളരെയധികം ദയോടുകൂടി പെരുമാറും. അപ്പം ഈ സാക്കിയുടെ മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പാഠം തീർന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.